അതാ അതാ ബന്ദിപ്പൂർ കാടിൻ്റെ ഉള്ളിൽ നിന്നും ഒരാന വരുന്നു. വരുന്നത് കൊമ്പനാനയാണ്. ഞങ്ങൾക്കൊരു ഭയമുണ്ടായിരുന്നു. കൊമ്പനാനയല്ലേ വരുന്നത്. വന്ന ഉടനെ തന്നെ ആന ഇങ്ങനെ ഞങ്ങളെ ഒന്ന് നോക്കിയാണ്ട് തിരികെ പോയി. അപ്പോൾ ഞങ്ങൾ കാറിൻ്റെ ഗ്ലാസ് പതുക്കെ താഴ്ത്തി. അപ്പോൾ ആനക്ക് മനസ്സിലായി ഇവർ വീഡിയോ എടുക്കാനും വേണ്ടി നിൽക്കുകയാണ് എന്ന്. അപ്പോൾ തിരികെ പോവാനായിട്ട് നിന്ന ആന കുറച്ച് മുന്നിലേക്ക് വന്നു. ഇവർ വീഡിയോ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആന വന്നത്. അങ്ങനെ ആന ഞങ്ങൾക്ക് കാണാനായി ആന കുറച്ച് മുന്നിലോട്ട് വന്ന് കുറച്ചേരം ഇങ്ങനെ നിന്ന് തന്നു. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനായിട്ട് ആ ആന പോസ് ചെയ്തു വരെ നിന്ന് തന്നു. ഇങ്ങനെ ഒരു ആനയെയും മുമ്പ് കണ്ടിട്ടില്ല. എന്നിട്ട് ആന തിരികെ പോയി. എന്താല്ലേ, ആനക്ക് വരെ മനസ്സിലായി ഞങ്ങൾ വീഡിയോ എടുക്കാനും വേണ്ടി നിന്നതാണ് എന്ന്. വളരെ നല്ലൊരു ആനയാണ്. ഏതായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത്. കാടിനെ ഇഷ്ടപ്പെടുന്നവർക്കും കാടിലെ മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. എന്ത് രസാണല്ലേ ആന പോകുന്നത് കാണാൻ. അങ്ങനെ ആനയെയൊക്കെ കണ്ടുവരുന്ന വഴിയിൽ അതാ പുതിയ രണ്ടാൾക്കാർ അടികൂടുന്നു. മാനുകൾ രണ്ടെണ്ണം ഫൈറ്റ് ചെയ്യുന്നു. അതാണ് അടുത്ത കാഴ്ച. അതിൻ്റെ ഇടയിൽ മാനുകളുടെ ഫൈറ്റിംഗ് കണ്ടിരിക്കുന്ന കുറച്ച് കുരങ്ങന്മാരുമുണ്ട്. എല്ലാവരും ഫ്രണ്ട്സുകളാണ്. ഹായ് കൂട്ടുകാരെ, കർണാടകയിലെ ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ മൃഗങ്ങളെ കാണാൻ വേണ്ടി പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. അതിൻ്റെ ഇടയിൽ വേറെ ഒരാന അങ്ങ് ദൂരെ നിൽക്കുന്നു. എന്ത് രസാണല്ലേ കാടും കാടിലെ മൃഗങ്ങളെയും ഒക്കെ കാണാൻ. ആന അപ്പിയിട്ട് നിൽക്കുകയായിരുന്നു. ഞങ്ങളതിനെ ശല്യം ചെയ്യണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം പോയി. അതിൻ്റെ ഇടയിലൂടെ അതാ മരത്തിൽ മേലെ വലിയ വലിയ കുറേ തേനീച്ചക്കൂടുകളും എല്ലാം ഉണ്ട് കാട്ടിൽ. അതാ തൊട്ടപ്പുറത്ത് കുറേ മാനുകളും കുരങ്ങന്മാരും ഒരുമിച്ചിരിക്കുന്നു. എന്താല്ലേ അവരുടെ സൗഹൃദവും കളികളുമൊക്കെ. നല്ല രസമാണ് കാണാൻ. എത്ര കുരങ്ങന്മാരാണ് ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ മാനുകളും. മരത്തിലും ഉണ്ട്, താഴെയുമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.